പതിവ് പോലെ പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. Good morning, Pradeep sir. Welcome to the show. Good morning, and Priya. Good morning, viewers. So, US വിപണിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ സെഷൻ വ്യാപാരം അവസാനിപ്പിച്ചത്. വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഇടിവ് തന്നെയാണ് നമുക്ക് ഈ 3 സൂചികളിലും കാണാൻ സാധിക്കുന്നത്. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരം അവസാനിക്കുമ്പോഴേക്കും ഒരു മിക്സഡ് വ്യൂസ് നമുക്ക് US മാർക്കറ്റ്സിൽ നിന്ന് ലഭിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിക്കുമ്പോൾ ഇറ്റ് വാസ് അറൌണ്ട് 38,000 പോയിന്റ്സ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കറന്റ് ലെവൽസിൽ നിന്നും ഡൗ ജോൺസിന് ചുരുങ്ങിയത് ഒരു 1000 മുതൽ 1300 പോയിന്റ് വരെ നഷ്ടപ്പെടാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന് 17,650 17,700 ആ ഒരു റേഞ്ചിൽ സപ്പോർട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടത്. ഒപ്പം തന്നെ കൊമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഒപെക് ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ വെട്ടിക്കുറച്ച് തീരുമാനം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ ഒരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോയ വീക്കിൽ നോക്കുകയാണെങ്കിലും ബാരലിന് $90 എന്നുള്ള ഒരു ലെവലൊക്കെ തന്നെ മറികടക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വീക്കിൽ പ്രധാനമായിട്ടും ക്രൂഡിനെ സംബന്ധിച്ച് അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഡാറ്റയും ഈ വീക്കിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്നുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന് ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, നമ്മൾക്ക് അറിയാം, നമ്മൾ ക്രൂഡിന്റെ കേസിൽ ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ നമ്മളൊരു വ്യൂ ബെയറിഷ്നെസ്സിൽ നിന്നും ബുള്ളിഷ്നെസ് ആയിട്ട് മാറിയിരുന്നു. സോ അതിനുശേഷം വരുന്ന ഈ ഒപെക്കിന്റെ പ്രൊഡക്ഷൻ കട്ട്, അതല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം, ഇതൊക്കെ ദേ ആർ കമ്മിങ് മച്ച് ലേറ്റർ. സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ലാർജ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ഈ ചാർട്ട് വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നത് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ അവർ ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യുകയായിരുന്നു. അണ്ടർടോൺ ഇൻ ദ ക്രൂഡ് ഓയിൽ മാർക്കറ്റ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. കറന്റ് ബുള്ളിഷ് ട്രെൻഡ് തിരിച്ച് ബെയറിഷ്നെസ്സിലോട്ട് മാറണമെങ്കിൽ ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ $84 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് അറ്റ് ദിസ് മൊമെന്റ് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് വരുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗോൾഡും വലിയൊരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും തുടർച്ചയായിട്ടുള്ള ഒരു 4ാമത്തെ ആഴ്ചയിലും ഗോൾഡ് ഒരു റെക്കോർഡ് ലെവലിലേക്ക് ഉയരുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ചത്തെ ഫോറത്തില് ക്രൂഡ് സ്വർണത്തിന്റെ വില ഉയരാൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അല്ല. അതിന്റെ മെയിൻ കാരണം കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് സെൻട്രൽ ബാങ്ക്സ് ഒക്കെ തന്നെ ഒത്തിരി സ്വർണത്തിലെ ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ്ലി നമുക്ക് നേട്ടം കിട്ടിയെങ്കിലും വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് സ്വർണത്തിന്റെ കേസിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസ് ഇസ് ആൻ എക്സലന്റ് ലെവൽ ടു ബുക്ക് പ്രോഫിറ്റ്സ്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ എടുക്കാതെ ഇരിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷോർട്ട് പൊസിഷൻസും അറ്റ് ദിസ് മൊമെന്റ് എടുക്കാതെ ഇരിക്കുക. അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞൊരു വെള്ളിയാഴ്ചത്തെ സെഷനിലെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 22,677 എന്ന റേഞ്ചിൽ വ്യാപാരം ആരംഭിക്കുകയും തുടർന്ന് 22,726 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ വീണ്ടും ഒരു വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് 234 പോയിന്റിന്റെ നഷ്ടത്തിൽ 22,519 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു വ്യാപാര ദിനത്തിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ നോക്കിയിരുന്ന ഒരു റെസിസ്റ്റൻസ് റേഞ്ച് വാസ് ബിറ്റ്വീൻ 22,800 22,840. വ്യാഴാഴ്ചത്തെ വ്യാപാരം നോക്കുമ്പോഴേക്കും 22,775 പോയിന്റ് വരെ നിഫ്റ്റി 50 നമുക്ക് നേട്ടം നൽകിയിരുന്നു. അതിനെ തുടർന്ന് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ വി സോ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ അണ്ടർടോൺ ഇൻ ദ നിഫ്റ്റി 50 കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് നമ്മൾ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം.
നിഫ്റ്റി 50യുടെ കേസിൽ രണ്ട് മേജർ സപ്പോർട്ട് ഏരിയാസ് കാണുന്നത് ആദ്യത്തെ 22,300 അതിനെ തുടർന്ന് 22,100 പോയിന്റിലും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 3 സെഷനിൽ അത് നല്ലൊരു മികച്ചൊരു ഔട്ട് പെർഫോമൻസ് നടത്തിയതിനു ശേഷം വെള്ളിയാഴ്ചത്തെ സെഷനിലേക്ക് നോക്കുമ്പോൾ 422 പോയിന്റോളം ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച 48,564 എന്ന റേഞ്ചിലാണ് വ്യാപാരം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല വെള്ളിയാഴ്ചത്തെ സെഷനിൽ മാത്രമായി 48,477 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നൊരു സ്ഥിതിയും കാണാൻ സാധിച്ചിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും വ്യാഴാഴ്ചത്തെ വ്യാപാരത്തിൽ അഗെയിൻ ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയിരുന്നു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. ആൻഡ് നിഫ്റ്റിയിൽ കണ്ടതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിലും വി സോ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഈ ആഴ്ചത്തെ ആദ്യത്തെ 1-2 സെഷൻസിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുകയാണെങ്കിൽ നമുക്ക് 47,600 അതിനെ തുടർന്ന് 46,800 പോയിന്റിൽ 2 മേജർ സപ്പോർട്ട് ലെവൽസ് അതെ. ബട്ട് നിഫ്റ്റിയിൽ തിരിച്ചൊരു മുന്നേറ്റം വരുന്ന സമയത്ത് മൈ എക്സ്പെക്ടേഷൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 49,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് വരെയെങ്കിലും എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും TCSന്റെ റിസൾട്ടുകൾ തന്നെയായിരുന്നു മെയിൻ ആയിട്ടും നിക്ഷേപകർക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നത്. TCSനെ സംബന്ധിച്ച് വെള്ളിയാഴ്ചയായിരുന്നു അവരുടെ നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറ്റാദായം 12,434 കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ ബേസിസിൽ ഓൾമോസ്റ്റ് ഒരു 9% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് TCSന് സാധിച്ചിട്ടുണ്ട്. റവന്യൂ പരിശോധിക്കുകയാണെങ്കിലും 3.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 61,237 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ റവന്യൂ ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനലിസ്റ്റുകളുടെ ഒക്കെ തന്നെ ഒരു എസ്റ്റിമേഷനേക്കാളും കുറച്ച് ഉയർന്ന ഒരു നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് TCSന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർ ഡിവിഡൻഡ് ആയിട്ട് ഓഹരി ഒന്നിന് 28 രൂപ എന്നുള്ള റേഞ്ചിൽ ഫിക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. TCSന്റെ റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ TCSൽ പ്രധാനമായിട്ടും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, TCSന്റെ കേസിൽ ഞാൻ മറ്റ് അനലിസ്റ്റുമാരുടെ വ്യൂസിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. ബട്ട് TCSന്റെ കേസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ആയിരുന്നു TCSന്റെ റിസൾട്ട്സ്. പേഴ്സണലി എനിക്ക് TCSൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ട് ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട്സ് ഓഫ് TCS. TCSന്റെ കേസിൽ മാർച്ച് 3rd വീക്കിലായിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അത് 4,254 രൂപയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വി ആർ സീയിങ് എ നൈസ് ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. TCSന്റെ കേസിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 4,080 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് TCSന്റെ കേസിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. നിഫ്റ്റി 50യിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതിനെ തുടർന്ന് ഒരുപക്ഷെ TCSന്റെ കേസിലും നമുക്കൊരു സൈഡ് വേസ് ടു ഒരു അല്പം ബെയറിഷ്നെസ് കാണാം. ബട്ട് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ആസ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ വീക്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ HDFC ബാങ്ക് തങ്ങളുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്യാനിരിക്കുന്നുണ്ട്. ബാങ്കിങ് ഓഹരികൾ അല്ലെങ്കിൽ ബാങ്കിങ് ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഗ്രോത്തിലാണെങ്കിലും ലോൺ ഗ്രോത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഹെൽത്തി ആയിട്ട് തുടരാൻ വേണ്ടിയിട്ട് പല ബാങ്കുകൾക്കും സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല അസറ്റ് ക്വാളിറ്റിയിലും പല ബാങ്കുകൾക്കും വലിയ തോതിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ HDFC ബാങ്ക് അതുപോലെ തന്നെ ICICI ബാങ്ക് പോലുള്ള വലിയ പ്രൈവറ്റ് ബാങ്കുകളെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ കുറച്ച് ആഴ്ചകളായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലാർജ് ബാങ്ക് ഹാസ് ബീൻ HDFC ബാങ്ക്. HDFC ബാങ്കിൽ ഡിസ്ക്ലോഷർ എനിക്ക് പേഴ്സണലി ഒരു ലോങ് പൊസിഷൻ ഉണ്ട്. അത് ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആൻഡ് HDFC ബാങ്ക് ഈസിലി ഇന്ത്യസ് ബെസ്റ്റ് ബാങ്ക്. സോ HDFC ബാങ്കിൽ കഴിഞ്ഞ 4 സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആഴ്ച വീണ്ടും തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഒരുപക്ഷെ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തുടരാൻ ചാൻസസ് ഉണ്ട്. ബട്ട് നമുക്ക് ആ ഒരു കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കണം. ആൻഡ് മേജർ സപ്പോർട്ട് കാണുന്നത് 1,450 മുതൽ 1,470.
ഈ റേഞ്ചിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ആൻ എക്സലന്റ് ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 1560 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ആ ലെവലിൽ നിന്നും ചുരുങ്ങിയത് ഒരു 100 മുതൽ 150 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത്തരം വലിയ ബാങ്കുകളോടൊപ്പം തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളായിട്ടുള്ള ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ്, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് മുതലായിട്ടുള്ള ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ചും മുന്നോട്ടേക്ക് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AU സ്മോൾ ബാങ്ക് ആകട്ടെ, ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആകട്ടെ, ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഉത്കർഷ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഓൾമോസ്റ്റ് എല്ലാ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിലും നമുക്ക് കഴിഞ്ഞ ഒരു 10-12 ദിവസങ്ങളായിട്ട് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ്. സോ ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒക്ടോബർ അവസാനത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റോക്കിന്റെ ലിസ്റ്റിംഗ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് മാർച്ച് അവസാനം വരെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. ബട്ട് മാർച്ച് അവസാനത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി ആൻഡ് റിവൈവൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വെള്ളിയാഴ്ച ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 62 rupees. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കറന്റ് ലെവൽസ് ആർ എൻ എക്സലന്റ് ടൈം ടു ഇനീഷ്യേറ്റ് ലോങ് പൊസിഷൻസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സൈഡ് റിസ്ക് വളരെ വളരെ കുറവാണ് ഈസാഫ് ഫൈനാൻസ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസിൽ. ആൻഡ് കറന്റ് ലെവൽസിൽ നിന്നും തിരിച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 75 രൂപയിലായിരിക്കും. ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസിൽ അഗെയിൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് മാർച്ച് മാസത്തിൽ നമുക്ക് ബോട്ടം കാണാൻ സാധിച്ചത് അറൌണ്ട് 43 രൂപയ്ക്ക് അടുത്തായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രേഡിംഗ് അവസാനിക്കുമ്പോൾ ഇറ്റ് വാസ് ട്രേഡിംഗ് അറൌണ്ട് 53 rupees. 51 മുതൽ 54 രൂപയ്ക്ക് ഇടയിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അടുത്ത മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ കാണുന്ന 63 രൂപയിൽ. കഴിഞ്ഞ ദിവസം ആനന്ദ് റാത്തിയുടെ റിസൾട്ടുകളും റിലീസ് ആയിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഓൾമോസ്റ്റ് ഒരു 3% ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു ആനന്ദ് റാത്തിയുടെ ഓഹരികൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വരുമാനം നോക്കുകയാണെങ്കിൽ 35% ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 34% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അസറ്റ് അണ്ടർ മാനേജ്മെന്റിലും നല്ലൊരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 52% വർധനവാണ് AUM കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 59,351 കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കമ്പനി ഒരു ബൈബാക്ക് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 3.7 ലക്ഷം ഓഹരികൾ തിരിച്ചു വാങ്ങുമെന്ന് തന്നെയാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതും 10%-അടുത്ത് 9.9% പ്രീമിയത്തോടു കൂടി ഒരു ഷെയറിന് 4,450 രൂപ നിരക്കിലായിരിക്കും ബൈബാക്ക് നടത്തുക. ടെൻഡർ റൂട്ട് വഴിയായിരിക്കും ബൈബാക്ക് നടത്തുക എന്നും കൂടി കമ്പനി അറിയിച്ചിട്ടുണ്ട്. ആനന്ദ് റാത്തിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ആനന്ദ് റാത്തി കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹസ് ബീൻ എക്സ്ട്രീംലി ബുള്ളിഷ്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് എങ്കിലും കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിട്ട് കാണുന്നില്ല. സോ എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ് ചെയ്യുന്നതിന് മുൻപായിട്ട് സാറിന്റെ ഇന്നത്തെ വിപണിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള വല്ല ഓഹരികളുമുണ്ടോ? നിരവധി സ്റ്റോക്സ് ഫോക്കസിലുണ്ട്. എങ്കിലും ഒരു വേർഡ് ഓഫ് കോഷൻ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇസ്രായേൽ ആൻഡ് ഇറാൻ തമ്മിലുള്ള സംഘർഷം കുറച്ച് രൂക്ഷമായത് വാർത്ത കേട്ട് കാണും. സോ അതിനെ തുടർന്ന് എസ്പെഷ്യലി മൺഡേ ടു വെനസ്ഡേ നമുക്ക് മാർക്കറ്റിൽ അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് മാർക്കറ്റിൽ തിരിച്ച് ബുള്ളിഷ്നെസ് വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ചില സ്റ്റോക്സ്, നമ്പർ 1 is ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. പിന്നീട് ഫെർട്ടിലൈസർ മേഖലയിലോട്ട് വരുമ്പോഴേക്കും ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ്, GNFC, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ്. പിന്നീട് ഫൈനാൻസ് കമ്പനീസിലോട്ട് വരുമ്പോഴേക്കും ലാർസൻ ആൻഡ് ടൂബ്രോ ഫൈനാൻഷ്യൽ ഹോൾഡിങ്സ് നാച്ചുറലി എൻ്റെ ശ്രദ്ധയിലോട്ടുണ്ട്. റെയിൽവേ സ്റ്റോക്സിൽ IRCTC, റെയിൽടെൽ, RVNL എൻ്റെ ഫോക്കസിൽ വന്നിട്ടുണ്ട്. സ്മോൾ ടെക്നോളജി സ്റ്റോക്സിൽ സ്റ്റെർലൈറ്റ് ടെക്നോളജി ആൻഡ് പിന്നീട് റീസെൻ്റ്ലി ലിസ്റ്റഡ് ടാറ്റ ടെക്നോളജി
ആൻഡ് വളരെ സ്മോൾ ക്യാപ്പ് ആയിട്ടുള്ള ട്രാക്സൺ ടെക്നോളജി എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. AMC സ്പേസിൽ UTI AMCയുടെ കേസിൽ വി ആർ സീയിങ് എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് ഹാപ്പനിങ്. സോ ഈസ്റ്റ് ആൻഡ് നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിൽ നാച്ചുറലി മൈ അറ്റൻഷൻ ഇസ് ദർ. ഏതായാലും പ്രേക്ഷകരെ കുറേസ് അഡ്രസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് CIE ഓട്ടോമോട്ടീവ് ഇന്ത്യ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% അടുത്തൊരു നേട്ടത്തിൽ 487 രൂപ 50 പൈസ എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ CI ഓട്ടോ വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ മിഡ് ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മാർച്ച് മാസത്തിൽ അറൗണ്ട് 400 രൂപയ്ക്ക് അടുത്ത് ഒരു ബോട്ടമിങ് ഔട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ 470 മുതൽ 495 ഈ റേഞ്ചിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻസ്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആസ്റ്റർ ഡിഎമ്മുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ ആസ്റ്റർ ഡിഎം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹരി ഒന്നിന് 118 രൂപ എന്നുള്ള നിരക്കിൽ ഒരു സ്പെഷ്യൽ ഡിവിഡൻഡ് ആണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ ആസ്റ്റർ ഡിഎമ്മിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 3% അടുത്തൊരു നേട്ടത്തിൽ 487 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. So Aster DM again small cap stock, but ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. എഗെയിൻ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 480 490 റേഞ്ചിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സ്റ്റോക്ക് 495 500 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് 40 മുതൽ 55 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കോഫി ഡേ എന്റർപ്രൈസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2.5% നേട്ടത്തിൽ 62 രൂപ 25 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. So Coffee Day again is a small cap stock, and it's a turnaround story. ബട്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേക്കും ഫൈനാൻഷ്യൽസിൽ ഇപ്പോഴും ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് ദേഴ്സ് എ ലോട്ട് ഓഫ് സ്പെക്കുലേറ്റീവ് ബൈയിങ് ഹാപ്പനിങ് ഇൻ കോഫി ഡേ. ഒരുപക്ഷെ ഈ വരുന്ന ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ ദ കമ്പനി ഈസ് ഗോയിങ് ടു ഗിവ് us സം പ്ലസന്റ് സർപ്രൈസസ്. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 60 മുതൽ 64 റേഞ്ചിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 53 രൂപയിൽ ആൻഡ് അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 75 രൂപയിൽ. ഒപ്പം അജു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് SEPC ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 4% ഇടിവിൽ 19 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഒരിക്കൽ കൂടെ പറയാമോ? പ്രിയ, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സർ, SEPC. പ്രിയ പറഞ്ഞതുപോലെ ഇതൊരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം പ്രേക്ഷകർ മറക്കരുത്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് കാണുന്നുണ്ട്. ആൻഡ് ബേസിക്കലി ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് പാറ്റേൺ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കൺസിഡർ ലോങ് പൊസിഷൻ. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 18 രൂപയിൽ കാണുന്നത്. അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന്. പക്ഷെ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റം കാണണമെങ്കിൽ 21 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 22 രൂപ 25 പൈസ, അതിനുശേഷം 24, അതിനെ തുടർന്ന് 25 രൂപയിൽ. സന്തോഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജുബിലിയൻ ഫാർമയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1% ഇടിവിൽ 638 രൂപയിലാണ് അവസാനിപ്പിച്ചത് വ്യാപാരം.
So Jubilant Pharma is a mid-cap stock, and stock in the long and short-term trend രണ്ടും തന്നെ വളരെ ബുള്ളിഷായി തുടരുന്നുണ്ട്. കഴിഞ്ഞ 3 സെഷൻസിൽ വി ഹാവ് സീൻ എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്, ബട്ട് അതൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കറക്ഷൻ നടക്കുമ്പോൾ 600 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സ്റ്റോക്ക് മുന്നേറുന്ന സമയത്ത് അടുത്ത മേജർ റെസിസ്റ്റൻസ് 660, അതിനെ തുടർന്ന് 680, അതിനെ തുടർന്ന് 700 രൂപയിലുമായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 1020 രൂപയിലാണ് നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സോ അണ്ടർടോൺ ആൻഡ് ടാറ്റ മോട്ടോഴ്സ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കാര്യമായിട്ടൊരു മൊമെന്റം സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. മേജർ സപ്പോർട്ട് സ്റ്റോക്കിന് ലഭിക്കാൻ പോകുന്ന 955 രൂപയിൽ, ആൻഡ് മേജർ റെസിസ്റ്റൻസ് സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 1070 രൂപയിൽ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് TV18 ബ്രോഡ്കാസ്റ്റുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.73% ഇടിവിൽ 47 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. TV18 is a highly speculative small cap stock. Personally, എനിക്ക് ഇത്തരം സ്റ്റോക്സിൽ വലിയ അഭിപ്രായമില്ല. സോ ഈ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഏറ്റവും നല്ല അഡ്വൈസ്. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന മണപ്പുറത്തിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.23% ഒരു നേട്ടത്തിൽ 195 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ മണപ്പുറത്തിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് വോളറ്റിലിറ്റി ഇൻ ദ ലാസ്റ്റ് 12-15 months. കാര്യം കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ട് മീഡിയയിൽ ചില വാർത്തകൾ വരുന്ന സമയത്തൊക്കെ വലിയ വലിയ സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റോക്കിൽ മേജർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഇസ് അറൌണ്ട് 220 to 225. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് റിസൾട്ട് വരുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. 190 രൂപയിലായിരിക്കും മേജർ സപ്പോർട്ട് ലെവൽ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സുസ്ലോൺ എനർജിയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 42 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സുസ്ലോൺ അഗെയിൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. പേഴ്സണലി എനിക്ക് പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്കാണ്. ആൻഡ് സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷ് മാറണമെങ്കിൽ 44 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ പവർ ഗ്രിഡിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2.5% ഇടിവിൽ 275 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പവർ ഗ്രിഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 275 രൂപ സ്റ്റോപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണണമെങ്കിൽ 288 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് HBL പവർ സിസ്റ്റത്തിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2.7% ഒരു ഇടിവിൽ 469 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So HBL power pattern similar to power grid pattern. Long term trend is bullish, but short term trend അല്പം വീക്ക്നെസ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 458 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു ഷെയറിലെ ശക്തമായിട്ടൊരു മുന്നേറ്റം നമുക്ക് കാണണമെങ്കിൽ 520 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന LICയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 972 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടേം ട്രെൻഡ് ഇൻ LIC ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. 940 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം നമുക്ക് കാണണമെങ്കിൽ 1025 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അവഞ്ചൽ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.67% ഇടിവിൽ 108 രൂപ 94 പൈസയിലാണ് വ്യാപാരം ക്ലോസ് ചെയ്തത്. സോ അവന്റൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ഓൺലി ലിസ്റ്റഡ് ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSEയിലെ ട്രേഡിംഗ് ഈ സ്റ്റോക്കിനില്ല.
ഇത് വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓൺ ദ ഹയർ സൈഡ്. സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 98 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം നമുക്ക് കാണണമെങ്കിൽ 115 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ സൊമാറ്റോയിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. സോ സൊമാറ്റോയുടെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 191 രൂപ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കാര്യം 191ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട 10 മുതൽ 15 രൂപയുടെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഹൈ ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഹൗസിൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ പ്രോഗ്രാം ഏതായാലും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് ആദിത്യ ബിർള ക്യാപിറ്റലിലുള്ള സാറിന്റെ വ്യൂ കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ 203 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ആദിത്യ ബിർള ക്യാപിറ്റൽ ആൻഡ് ആദിത്യ ബിർള ഫാഷൻ, ഈ രണ്ട് സ്റ്റോക്സിലും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. ആദിത്യ ബിർള ക്യാപിറ്റലിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ടേണിംഗ് ബുള്ളിഷ്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബട്ട് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 199 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണണമെങ്കിൽ 210 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. പ്രേക്ഷകരുടെ മാക്സിമം ക്വരീസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ ക്വരീസും ഒക്കെ തന്നെ ഒപ്പം തന്നെ മാർക്കറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മാർക്ക് പ്ലസിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.